മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിന് നിയമനം നൽകി സർക്കാർ ഉത്തരവ്. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എസ് പി ആയിട്ടാണ് നിയമനം. മലപ്പുറം ക്യാമ്പ് ഓഫീസിലെ മരമുറി വിവാദത്തെ തുടർന്നാണ് സുജിത് ദാസിന് സ്ഥാനം നഷ്ടമായത്. വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഷെഫീദ് റാവുത്തർ നൽകും. ഷെഫീദ്, ഈ മരമുറി വിവാദത്തിൽ വലിയ കോളിളക്കങ്ങൾക്ക് കൊളുത്തിട്ട ഒരാളാണ് സുജിത് ദാസ്. ഇപ്പോൾ പുതിയ നിയമനം എങ്ങനെയാണ് ഷെഫീദ്? കുറച്ചുനാൾ മുൻപ് സംസ്ഥാന പോലീസിനെ പിടിച്ചുലച്ച വിവാദമായിരുന്നു PV അൻവറിന്റെ ആരോപണങ്ങൾ. PV അൻവർ തെറിപ്പിച്ച ഓരോ വിക്കറ്റുകളും സംസ്ഥാന പോലീസിൽ വീണ്ടും തിരികെ എത്തുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. ADGP ആയിരുന്ന ക്രമസമാധാന വിഭാഗം ADGP ആയിരുന്ന MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള വിജിലൻസ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വിജിലൻസ് സർക്കാരിന് കൈമാറിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ആരോപണങ്ങളുടെയൊക്കെ തുടക്കം. അതായത് PV അൻവർ ഈ പോലീസുമായിട്ടുള്ളത് അല്ലെങ്കിൽ CPM-ഉമായി മുഖ്യമന്ത്രിയുമായിട്ടൊക്കെ യുദ്ധം പ്രഖ്യാപിച്ചതിന്റെ ആദ്യ കാരണക്കാരൻ അത് മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് ആയിരുന്നു. അന്ന് മലപ്പുറം SP ക്യാമ്പ് ഹൗസിലെ മരമുറിയുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ വിവാദങ്ങളുടെയൊക്കെ തുടക്കം. അങ്ങനെ ആ SP സുജിത് ദാസിനെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ പേരിലും മലപ്പുറത്തെ ആ ക്യാമ്പ് ഹൗസിലെ മരമുറി മാത്രവുമല്ല സുജിത് ദാസിന് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നുള്ള ആരോപണം അതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരുന്നു ഒരു അനുനയ നീക്കമെന്ന പേരിൽ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് സർക്കാർ നിലപാടെടുത്തത്. എന്നാൽ അതിനുശേഷം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സുജിത് ദാസിനെ റിവ്യൂ കമ്മിറ്റി തിരിച്ചെടുത്തു, സസ്പെൻഷൻ പിൻവലിച്ചു. ഇപ്പോൾ സുജിത് ദാസിന് നിയമനം നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ SP ആയിട്ടാണ് സുജിത് ദാസിനെ നിയമിച്ചിട്ടുള്ളത്. കാര്യമായ ഒരു ഗൗരവമുള്ള പോസ്റ്റായി തന്നെ അതിനെ നമുക്ക് കണക്കാക്കാൻ കഴിയുകയും ചെയ്യും. അതേസമയം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത PV അൻവർ മുഖ്യമന്ത്രിയും CPM-ആയിട്ടൊക്കെ ഇടഞ്ഞപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ് ഈ തെറിച്ച വിക്കറ്റുകളൊക്കെ തിരിച്ച് സേനയിൽ തന്നെ ഉറപ്പിക്കും അല്ലെങ്കിൽ ഉറയ്ക്കും എന്നുള്ളത്. അതുതന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ഈ ഉത്തരവിൽ മറ്റു ചില IPS ഉദ്യോഗസ്ഥർ കൂടി മാറ്റമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം മെറിൻ ജോസഫിന് ക്രൈംബ്രാഞ്ചിൽ നിന്ന് മാറ്റമുണ്ട്. പോലീസ് പോളിസി AIG ആയി പുതിയ നിയമനം നൽകി. S ദേവമനോഹറിനെ അഡീഷണൽ എക്സൈസ് കമ്മീഷണറായും നിയമിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഈ ഉത്തരവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് സർക്കാരുമായി കൊമ്പുകോർത്ത PV അൻവർ തെറിപ്പിച്ച സുജിത് ദാസ് അടക്കം സേനയിലേക്ക് തിരിച്ചു വരുന്നു, സേനയിൽ കൂടുതൽ ശക്തി ആർജിച്ച് തിരിച്ചു വരുന്നു എന്നുള്ളത് തന്നെയാണ്. ശ്രീനിത, ശരി. അപ്പോൾ മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിന് നിയമനം നൽകിയിട്ടുള്ള ഈ സർക്കാർ ഉത്തരവിൽ മറ്റൊരു രാഷ്ട്രീയ വശം കൂടി ഉണ്ടല്ലേ? അതോടൊപ്പം തന്നെ മറ്റാർക്കെങ്കിലും സമാനമായ രീതിയിൽ നിയമനം നൽകിയിട്ടുണ്ടോ? ഈ നിയമനത്തിന്റെ മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് ഷഫീദ്? പ്രവിത, അതായത് ഈ വിവാദവുമായി ബന്ധപ്പെട്ട സുജിത് ദാസിനെ തിരിച്ചെടുക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരുന്നു. അതായത് PV അൻവർ ഉന്നയിച്ച അന്ന് വെടിയുണ്ട് അല്ലെങ്കിൽ അതിൽ മരുന്നുണ്ട് എന്ന് പറയപ്പെടുന്ന പടക്കങ്ങൾക്കൊക്കെ പിന്നീട് നമ്മൾ കണ്ടതാണ്. പാർട്ടിയുമായും മുഖ്യമന്ത്രിയുമായും ഒക്കെ ഇടഞ്ഞ് പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായും അകന്ന സാഹചര്യത്തിൽ ഇവരൊക്കെ തിരികെ സേനയിലേക്ക് വരുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പുമായിരുന്നു. മാത്രമല്ല ആഭ്യന്തര അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട സുജിത് ദാസിനെതിരെ അടക്കം നടക്കുകയായിരുന്നു. എന്നാൽ പ്രാഥമിക റിപ്പോർട്ടിന് വിരുദ്ധമായ ഒരു അന്തിമ റിപ്പോർട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള സൂചനകളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരുന്നു സുജിത് ദാസ് തിരികെ സർവീസിലേക്ക് തിരിച്ചു വന്നത്. നമുക്കറിയാം ഈ വിജിലൻസിന്റെ അന്വേഷണത്തിൽ PV അൻവർ ADGP MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിലൊന്നും കഴമ്പില്ല എന്നുള്ളതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. സമാനമായി തന്നെ സുജിത് ദാസിനെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ PV അൻവർ ഉന്നയിച്ചിട്ടുണ്ട്. SP ഓഫീസിൽ SP ക്യാമ്പ് ഹൗസിലെ മരമുറി എന്നതിനപ്പുറത്തേക്ക് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായിട്ടുള്ള സുജിത് ദാസിന്റെ ബന്ധം, മാത്രമല്ല മറ്റ് തീവ്ര ഇടപാടുകളുമായിട്ടുള്ള സുജിത് ദാസിന് സൗഹൃദമെന്നടക്കമുള്ള ആരോപണങ്ങൾ PV അൻവർ ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിനൊക്കെ ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ആഭ്യന്തര അന്വേഷണത്തിലെ കണ്ടെത്തൽ. അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു സേനയിലേക്ക് സസ്പെൻഷനൊക്കെ റദ്ദാക്കി സുജിത് ദാസ് തിരിച്ചു വന്നത്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരുപക്ഷെ ലോ ആൻഡ് ഓർഡർ അല്ലെങ്കിൽ കൂടി ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നൊക്കെ പറയുന്നത് അത് പോലീസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കീ റോളാണ്. ആ കീ റോളിലേക്ക് തന്നെ സുജിത് ദാസ് മടങ്ങി വരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം അന്ന് ഈ വിവാദങ്ങളുടെ ഒക്കെ തുടക്കം PV അൻവറുമായി സുജിത് ദാസ് സംസാരിക്കുന്ന ഒരു ഓഡിയോ ഒക്കെ പുറത്തു വന്നതായിരുന്നു. ആ ഓഡിയോ ചൂണ്ടിക്കാണിച്ചായിരുന്നു. അതായത് രാഷ്ട്രീയമായ വിവാദങ്ങൾ മറ്റു പലതുമായിരുന്നെങ്കിലും ആ ഓഡിയോ അത് IPS ചട്ടങ്ങൾക്ക് ചേരുന്നതല്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചായിരുന്നു സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തതെന്നാൽ പിന്നാലെ ഇക്കാര്യത്തിൽ ആഭ്യന്തര അന്വേഷണത്തിൽ സുജിത് ദാസിനെതിരെ കൂടുതൽ എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു സർക്കാർ നിലപാട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സുജിത് ദാസിന് പകരം ഇപ്പോൾ ഒരു പുതിയ നിയമനം നൽകിയിരിക്കുന്നത്. പ്രവിത, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.